ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലു പൊറോട്ടയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ വളരെ വളരെ ടേസ്റ്റി ആൻഡ് സൂപ്പറാണ്. എന്നാൽ കാണാം. ഒരു കടായി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉപ്പ്, മഞ്ഞൾ, കുറച്ച് പെരിഞ്ജീരകം ഇട്ടുണ്ട്, പിന്നെ ഗരം മസാല കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് അത് നന്നായി ഉടച്ചെടുക്കാം. കട്ടയൊന്നും കൂടാണ്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായി സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ പിടിക്കുന്ന പോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി വേണ്ടത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല, ചപ്പാത്തിക്കുള്ള മസാല റെഡിയായി. ഇനി മാവിനുള്ളത് നോക്കാം. ഒരു ബൗളിൽ ഞാൻ 1.5 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് 1/4 സ്പൂണ് നെയ്യ് ഒക്കെ കൂടി കൈകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മെല്ലെ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ മാവെടുത്ത് ഉരുണ്ടകളാക്കി ആക്കിയെടുക്കാം, സാധാരണ ചപ്പാത്തിക്ക് ആക്കണ പോലെ തന്നെ. ഇനി നമ്മൾ ഈ ഉരുണ്ട നമുക്ക് ഫില്ല് ചെയ്യണം. നടുഭാഗത്തായിട്ട് കുറച്ച് പൊട്ടാറ്റോൻ്റെ മിക്സ് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായി പുറത്തേക്കൊന്നും വരാത്ത പോലെ ഉള്ളിൽ ഫില്ല് ചെയ്ത് നമുക്ക് ചപ്പാത്തി, സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി കൊടുക്കാം. ഇതാ ഇങ്ങനെ ഉള്ളിൽ നന്നായി ഫില്ല് ചെയ്യുക. ഒരു 1/2 സ്പൂണ് 3/4 സ്പൂണോളം എടുത്ത് ഫില്ല് ചെയ്ത് നമുക്ക് സാധാരണ ഇങ്ങനെ ഉരുട്ടി നന്നായിട്ട് ബോൾ പോലെ ആക്കി സാധാരണ പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അധികം കട്ടിക്കല്ലാണ്ട് കുറച്ച് തിന്നായിട്ട് തന്നെ പരത്താം. പരത്തുമ്പോൾ മെല്ലെ മെല്ലെ നോക്കി പരത്തണം. ഒന്നും വിട്ട് പോവാതെ, ഉള്ളിലത്തെ ഒന്നും ഫില്ലിങ്സ് പുറത്തേക്ക് വരാതെ നോക്കിയിട്ട് പരത്തണം. നമുക്ക് പാന് വെച്ച് പാന് ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് ചുട്ടെടുക്കാം. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും സൈഡിലൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്ത് മീഡിയം സൈസ് ഫ്ലെയിമിൽ ചുട്ട് എടുക്കാം ഓരോന്നായിട്ട്. നമ്മുടെ ഒക്കെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൊടുക്കാം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.